ഇത് എൻ്റെ ഡ്യൂക്കിൻ്റെ എൻ്റെ പഴയ ഡ്യൂക്കിൻ്റെ അലോയ്സും ഡിസ്കുമാണ് കേട്ടോ. അപ്പോൾ തുടങ്ങി ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ്ഡ് ഫോർക്ക് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതാണ് നമ്മൾ എയർ ഇൻടേക്കൊക്കെ സിസ്റ്റമൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത ആ ഒരു ലിക്വിഡ് കേട്ടോ. അപ്പോൾ ഈ വൻ ആയുധമാണ് കേട്ടോ. അതാ ഇത് നമ്മൾ ഡ്യൂക്കായിട്ട് നമ്മൾ ആറ്റിങ്ങൽ KTM ഷോറൂം വരുന്ന പോകുന്നത് കേട്ടോ. വണ്ടി കുറച്ച് ദിവസം കൊണ്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, റണ്ണിങ് കണ്ടീഷനിൽ ചെറിയൊരു മിസ്സിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രാവിലെ കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്നില്ല, കുറച്ച് നേരം ഓഫായി പോകും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും ഓഫായി പോകും. അപ്പോൾ ത്രോട്ടിൽ ബോഡി കംപ്ലൈൻ്റ് ആണ്. ത്രോട്ടിൽ ബോഡിക്ക് തനിക്ക് കരടും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു മിസ്സിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. മുമ്പ് ഒരിക്കൽ തനിക്ക് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഷോറൂമിൽ കൊണ്ട് അത് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത് നമ്മളെ BS6 വണ്ടിക്ക് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് പറ്റും കേട്ടോ. ത്രോട്ടിൽ ബോഡി ഇളക്കാതെയാണ്, എന്താ വെച്ചാൽ ത്രോട്ടിൽ ബോഡി അഴിച്ചെടുക്കാതെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോകണം. എന്നാൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിക്ക് നിനക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് ചെയ്തോ. അപ്പം ത്രോട്ടിൽ ബോഡി ഇളക്കാതെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും പിന്നെ അതനുസരിച്ചുള്ള നമ്മളെ ഡെയിലി വ്ലോഗ് കണക്കത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരെ നമുക്ക് ആദ്യം KTM ഷോറൂമിൽ പോയിട്ട് നമ്മളെ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് കാണാം ഗൈസ്. നമ്മുടെ KTM ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 3:41 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നത്, തിരക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആ തിരക്കൊക്കെ ഈ സമയമാകുമ്പോൾ ഒഴിയുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ചടിച്ചാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ള. ഇതാണ് നമ്മൾ എയർ ഇൻടേക്കൊക്കെ സിസ്റ്റമൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത ആ ഒരു ലിക്വിഡ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകണം. ഇത് ഒഴിച്ചിട്ടല്ല, അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടൂൾസ് ഒന്ന് കാണിച്ചു കൊടുക്കും ഇവിടെ. നോക്കി വൻ ആയുധമാണ് കേട്ടോ. അതാ ഇത് നമ്മളെ ഇതാ നോക്കി ഇത്രയും വലിയൊരു എന്താണ് ടൂള് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എയർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ക്ലീനപ്പായിട്ട് വരാൻ പറ്റത്തുള്ളൂ. ഒരു യെല്ലോ കളറിലെ ഒരു ലിക്വിഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കേബിള് നമ്മളെ ഫിൽറ്റർ ബോക്സിൻ്റെ അവിടെ വരുന്ന ഹോളില്ല, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലിക്വിഡ് നമ്മൾ ആ മെഷീൻ്റെ മുകളിലേക്ക് ഒഴിക്കും കേട്ടോ. അത് ഓക്കെ, വൈറ്റ് കളറാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊസീജിയർ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കൈ നല്ല രീതിയിൽ കൊടുക്കാതെ എടുത്ത് നമ്മൾ എക്സോസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വെള്ളപ്പുക പോകും കേട്ടോ. ഓക്കെ ഓക്കെ, കഷ്ടകാലം തുടങ്ങിയതാണ് കേട്ടോ തോന്നണം. അതിൻ്റെ അടുത്ത് ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കുന്ന ഇറങ്ങി വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ആ ഒരു മെഷീനെ പറ്റി പൊക്കി അടിച്ച് ആ ഒരു മെഷീൻ തകർന്നു പോയി. മെഷീൻ അടിച്ചു പോയി. ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ഇപ്പോൾ നടന്നിട്ടില്ല കേട്ടോ. അപ്പം മെഷീൻ റെഡി ആവാനായിട്ട് ഒരു 4-5 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ അരുമ്പുഴയൊക്കെ വിളിച്ച് കൊല്ലത്തൊക്കെ വിളിച്ചു അവിടെ ഈ മെഷീൻ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഗൈസ്, ഫ്രണ്ട് ഇരിക്കുന്ന BS3 ഡ്യൂക്ക് 200 ആണ്. വണ്ടിയിൽ ചെറിയ മോഡിഫിക്കേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂക്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരുമിച്ചാണ് ഈ ഡ്യൂക്കും കാര്യങ്ങളൊക്കെ എടുത്തത്. 4-5 ദിവസത്തെ വ്യത്യാസത്തിലാണ്. ഞാൻ പുതിയത്, ഇവൻ സെക്കൻഡ് ഹാൻഡ്. പക്ഷേ നമ്മൾ ഒരുമിച്ച് വേണേൽ വണ്ടി കാര്യങ്ങളൊക്കെ നോക്കി എടുത്തത് കേട്ടോ. അപ്പം ചങ്ക് കൂട്ടുകാരൻ ഇതാ നിൽക്കുന്ന ഞാൻ വണ്ടിയിൽ എന്ത് ചെയ്താലും അതേപോലെ കോപ്പിയൊക്കെ അടിച്ച് ഇറക്കുന്നതിന് പണ്ടേ ഉള്ള സ്വഭാവം കേട്ടോ. മുമ്പ് സ്പ്ലെൻഡറാണ് അവൻ്റെ ഇരുന്ന പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് പോയാണ് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എൻ്റെ തന്നാൽ എൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണം എൻ്റെ അകത്ത് ചെയ്യാം. ഇവൻ ചോദിക്കാൻ പറയാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഫോർക്ക് സ്റ്റിക്കറിൽ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യാം. ഇവൻ്റെ ചോദിക്കാനൊന്നും പോകുന്നില്ല, പൈസ മാത്രം അവൻ്റെ ചോദിച്ചു വാങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലാണ് ഇന്ന് ഈ വണ്ടി കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇവൻ്റെ യൂസ്ഡ് ഫോർക്ക് കംപ്ലൈൻ്റ് ആണ്. കുറച്ച് ഒന്ന് താത്തേടാ, ഒന്ന് താത്തേ, നോക്കിയോ ഫോർക്ക് നോക്കിയോ. ഇപ്പം താരുന്ന പണ്ടാരം ഇപ്പം അനങ്ങുന്നില്ല കേട്ടോ. ആണ്ടാടാ, ഇത് മനപ്പുറം ആക്കാത്തല്ല, ഇത് അനങ്ങുന്നില്ല. ഇതെനിക്ക് സ്റ്റക്കായി നിൽക്കുകയാണ് സംഭവം. ഇതിൻ്റെ പണിയാന്നതേ ഉള്ളൂ, ശരിയാക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു ശരിയാക്കേണ്ട അറിയാം, ഇത് മാറ്റി വയ്ക്കുക, നമുക്ക് അഡ്വാൻസിൻ്റെ ഫോർക്ക് തന്നെ കയറ്റാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എൻ്റെ കയറ്റിക്കുന്ന പോലെ ADVയുടെ ഫോർക്കാണ് ഇപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിസും കാര്യങ്ങളൊക്കെ കിട്ടും, കുറച്ച് സോഫ്റ്റും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് ഈ ഒരു ഫോർക്ക് കൊണ്ടാണ് നടക്കുന്നത്. വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, ടയറും കാര്യങ്ങളും മാറും, പെട്ടെന്ന് വെട്ടിത്തേക്കും ടയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോർക്ക് ആയതുകൊണ്ടേ. അപ്പോൾ BS3 ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഹബ്ബ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതാ നോക്കി, ഇത് കേട്ടോ, കുഞ്ഞ് ഹബ്ബാണ്, ഇതിന് വലിയ ഹബ്ബാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഡിസ്ക് നമുക്ക് മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. 320 mm ഡിസ്ക്കാണ്. ഇത് എൻ്റെ ഡ്യൂക്കിൻ്റെ, എൻ്റെ പഴയ ഡ്യൂക്കിൻ്റെ അലോയ്സും ഡിസ്ക്കുമാണ് കേട്ടോ. പിന്നെ യൂസ്ഡ് ഫോർക്ക് ഇതിന് വേണ്ടിയിട്ട് കടയിൽ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മളെ പാരിപ്പള്ളി നെസ്കേലിൽ പോയിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ്ഡ് ഫോർക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തൊക്കെയാണ് BS3 കയറ്റുമ്പോൾ മാറ്റേണ്ട ചേഞ്ചസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് സീൻ.
സസ്പെൻഷൻ സീനായതുകൊണ്ട് ഭയങ്കര അടിയാണ്. ബ്രേക്കൊക്കെ ഓടിക്കുമ്പോൾ ഫ്രണ്ട് കണ്ട് കുടച്ചിലാണ് കേട്ടോ. ഒന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് നല്ലോണം വളയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഇവൻ പിന്നെ ഓട്ടിച്ച് അതങ്ങ് ശീലാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം മാറ്റി വണ്ടി ഇന്ന് കിട്ടുക്കായിട്ട് ഇറക്കാണ്ട് പോയാണ്. അപ്പോൾ ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ADV 390 യൂസ്ഡ് ഫോർക്ക് കേട്ടോ. കുറച്ച് ഒന്നും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രാച്ചിൻ്റെ മൈൻഡ് ആയിരുന്ന സംഭവം അടിപൊളി ഫോർക്ക് കിട്ടും. സംഭവം ഇതിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഓയിൽ സീലില്ല, ഫോർക്ക് ഓയിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ നല്ല ക്ലീൻ സാധനമാണ്. എൻ്റെ ഫോർക്ക് ഓയിലൊക്കെ മാറിയായിരുന്നു ഇത്. പക്ഷേ ഇവിടെ ഇട്ടിരുന്ന് കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങൾ പറ്റിയതാണ് കേട്ടോ. പക്ഷേ ഫോർക്കിൻ്റെ ഈ ഒരു സിൽവർ പോർഷൻ കാര്യങ്ങളൊക്കെ സ്ക്രാച്ചൊന്നും ഇല്ലാത്ത നല്ല കണ്ടീഷൻ സാധനമാണ്. ഓക്കെ, എൻ്റെ ടീ സ്റ്റമ്പൊക്കെ നോക്കി, അതിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, പിന്നെ ത്രെഡൊക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ യൂസ്ഡ് ഫോർക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ക്രാച്ച് പക്ഷേ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എല്ലാത്തിനും ഒരേ സ്ക്രാച്ച് ആയിരിക്കില്ല. ചിലപ്പോൾ സ്ക്രാച്ച് കൂടിയതും കാണും, സ്ക്രാച്ച് കുറഞ്ഞതും കാണും കേട്ടോ. അപ്പോൾ ഇത്രയും യൂസ്ഡ് ഫോർക്ക് അല്ലെങ്കിൽ ഡ്യൂക്കിൻ്റെ നോർമൽ ഫോർക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും SKയിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എടുത്തോട്ട് പോകാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഡ്യൂക്കിൻ്റെ വർക്ക് തുടങ്ങാം ഗൈസ്. അഡ്വഞ്ചറിൻ്റെ ഫോർക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് വള്ളിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മീറ്ററിൻ്റെ സെൻസറൊന്നും നമുക്ക് യൂസ്ഡ് ഫോർക്കിൻ്റെ ആ ഒരു ഫോർക്കിൽ ഇടാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ മീറ്റർ ഓൾറെഡി അടിച്ചു പോയിരിക്കുന്നതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ മീറ്റർ വർക്കാവുന്ന വണ്ടിയാണെങ്കിൽ മീറ്ററിൻ്റെ സെൻസർ കറക്റ്റ് വർക്കാവത്തില്ല കേട്ടോ. എന്തായാലും ബാക്കി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് എന്തായാലും പറഞ്ഞുതരാം. ADVയുടെ ഫോർക്കപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് പോയാൽ നമ്മുടെ ഡ്യൂക്കിൻ്റെ ടീ സ്റ്റമ്പിൽ ഡയറക്റ്റ് സെറ്റ് ആണ്. അതിൻ്റെ വേറെ അളവ് വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഡയറക്റ്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുപ്പം വർക്കും കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആ വർക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്. ഫോർക്ക് കണ്ട് വണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് അടുത്ത നമ്മുടെ വണ്ടിയുടെ ഡിസ്കും കാര്യങ്ങളൊക്കെ നമ്മളെ പഴയ അലോയിലൊക്കെ സെറ്റ് ചെയ്ത് പുതിയ മോഡൽ അലോയിൽ സെറ്റ് ചെയ്തിട്ട് ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഇവിടെ ചേഞ്ച് ചെയ്യത്തില്ല, നമുക്ക് പുറത്ത് കൊണ്ടുപോയി ചേഞ്ച് ചെയ്യാം. ടയറും അതുപോലെ തന്നെ ഡിസ്ക് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അലോയും ഡിസ്കും ഒക്കെ അതിൽ തന്നെ ഇരുന്ന് നമ്മൾ പുതിയ അലോയിൽ എന്ന് വെച്ചാൽ എൻ്റെ ഇരുന്ന അലോയിൽ നമ്മൾ അതിൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ 320 mm ഡിസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. BS3ക്ക് വരുന്ന 300 mm ആണ്. അപ്പോൾ ഇതിൻ്റെ 320 ആവാൻ നേരത്ത് കുറച്ചുകൂടെ ബൈറ്റിങ് ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ പുതിയ അലോയും പുതിയ ഡിസ്കൊക്കെ ഇട്ട് നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാനായിട്ട് പോകാം. എന്താ ഇവിടെ ഫോർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ഇതാണ് വണ്ടിയുടെ ലുക്ക് തരണ. അത് ഇങ്ങനെ നോക്കി അറിയത്തില്ല, വണ്ടി കട്ടപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പം ഇത് അലോയി ഇടാൻ നേരത്തിന് എന്തെങ്കിലും സൈസ് വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഡിസ്കിൻ്റെ കാലിപ്പറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, അത് വ്യത്യാസം എത്തുന്നില്ല. എവിടെ എത്തുന്നില്ല ഗായ്സ്. വലിച്ചു. ഇനി ഇവിടെ നിന്ന് ഞാൻ റൂട്ടൊക്കെ അഴിച്ചെടുക്കണം, അല്ലെങ്കിൽ നീളം കൂടിയ ഫ്ലൂയിഡിൻ്റെ കേബിൾ ഇടേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. കേട്ടെ, ഇത്ര എത്തുന്നോടല്ലേ. അയ്യോ, അതൊരു സീനായിപ്പോയി. അപ്പോൾ ലെന്ത് കൂടിയ കേബിൾ വാങ്ങിക്കണം. ഡിസ്കിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഓസ് എത്താത്തതുകൊണ്ട് നമ്മൾ 66 bhpയുടെ ഫ്ലൂയിഡിൻ്റെ ഓസാണ് അപ്പോൾ എടുത്തേക്കുന്നത്. അതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ അകത്ത് എത്തുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മെറ്റലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നൂത്തൊക്കെ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും. പക്ഷേ നോക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് പൊട്ടല കാര്യങ്ങൾ വരികയാണെങ്കിൽ ഓയിൽ ലീക്കാവും, മനസ്സിലാവും. അതുകൊണ്ട് പുതിയ ഓസ് എടുത്തിട്ട് നമുക്ക് അതിൽ ഡയറക്റ്റ് തന്നെ കൊടുക്കാം. 200 ബ്രേക്ക് ഓസ് ഈ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ മെറ്റലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇത് വലിഞ്ഞ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു കേബിൾ എടുത്തിട്ട് 66 bhpയുടെ ഫ്ലൂയിഡിൻ്റെ ഓസ് എടുത്തിട്ടാണ് നമ്മൾ കാലിപ്പർ അവിടെ എത്തിച്ചത് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഡാറ്റ സൂട്ടാണ്. പക്ഷേ അലോയും ഡിസ്കും ഇതെല്ലാം മാറിയാൽ മാത്രമേ ഡാറ്റ സൂട്ടാവത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊന്നും കാറ്റ് വർക്കാവത്തില്ല. പിന്നെ ഇത് നോൺ ABS ആയതുകൊണ്ട് ABSൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പം എല്ലാം സെറ്റാണ്. ഇതിൻ്റെ കാലിപ്പറിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി മാറണം. നാളെ പോയിട്ട് പുതിയ കാലിപ്പർ എടുക്കണം. വേറെ കാലിപ്പറിൻ്റെ പിസ്റ്റൺ മൊത്തം ജാമാണ്, ഉറങ്ങി മാറ്റി നോക്കണം, അല്ലെങ്കിൽ കാലിപ്പർ പുതിയ എടുക്കണം കേട്ടോ. നമ്മളെ ഡ്യൂക്കിൻ്റെ വർക്കെല്ലാം എന്താ അപ്പോൾ കഴിഞ്ഞ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വീലും കൂടെ ആക്കിയാൽ തീയാവും. അപ്പോൾ സാധനം ADVയുടെ ഫോർക്കും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി വണ്ടിയുടെ കാലിപ്പറും കൂടെ മാറ്റാനുണ്ട്. അത് ചെറിയൊരു സ്റ്റക്കുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഫോർക്കും കാര്യങ്ങളൊക്കെ മാറി വണ്ടി പവറാക്കി. ഇനിയിപ്പം കാലിപ്പർ സെറ്റും കൂടെ മാറി സെറ്റാക്കാം. ഡിസ്ക് ആലോചിക്കുന്ന വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അന്ന് ക്ലെയിമിന് മാറിയതാണ്. പക്ഷേ വേറെ ചെറിയ ബെൻഡും കാര്യങ്ങളായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് എവിടെ ഇത് കണ്ട ഈ സ്ക്രാച്ച് കാരണം അന്ന് ക്ലെയിം കയറ്റി എൻ്റെ വണ്ടി മാറിയത്. അതങ്ങനെ സമീലിൽ കൊടുത്ത വണ്ടി സീനായി. സസ്പെൻഷനൊക്കെ മാറി. ഇനി സമീലിനോടെ കൊണ്ട് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകണം കേട്ടോ. ഓക്കെ, സമീലത്ത് പോടാ ഇരിക്കുന്ന ആദ്യപ്പോൾ പോയതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയാണ് സമീലവിടെ. പിന്നെ ഈ ഫ്രണ്ട് മടുകാടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫിറ്റല്ല. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഹോളൊക്കെ അടിച്ച് ഇതിന് കറക്റ്റ് ഫിറ്റ്മെൻറ്റാക്കി എടുത്തതാണ് കേട്ടോ. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വണ്ടിയുടെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതുവരെയും ഗുഡ് ബൈ.